പിണറായി മന്ത്രിസഭ അഴിച്ചുപണിക്കൊരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM മറുപടി പറയേണ്ടി വന്ന ആക്ഷേപമായിരുന്നു കെ രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി MP ആക്കി ഡൽഹിയിലേക്ക് അയച്ചതിനെ സംബന്ധിച്ച്. കേരളത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രിയുടെ സാധ്യത ഇല്ലാതാക്കാനാണ് കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്റിലേക്ക് വിട്ടതെന്ന് മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ള നേതാക്കൾ ആരോപിച്ചിരുന്നു. CPM വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം 3-1 കുറയാനുണ്ടായ കാരണങ്ങളിലൊന്ന് ഈ ആരോപണമാണ് എന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. ചേലക്കരയിലെ വിജയം മാത്രം ഉയർത്തിക്കാട്ടി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സ്ഥാപിക്കാനാണ് CPM ശ്രമം. അതിൽ ആശ്വാസം കണ്ടെത്താമെങ്കിലും ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ചില ഫോർമുലകൾ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണമെന്നാണ് തൃശൂർ പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ പക്ഷം. ഇനിയൊരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായാൽ അതിലേക്ക് പരിഗണിക്കേണ്ടുന്നവരുടെ ലിസ്റ്റിൽ UR പ്രദീപും ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരാൾ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഇല്ലെന്ന് പ്രതിപക്ഷം ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ ആരോപിച്ചിരുന്നു. ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ഈ ആക്ഷേപം മറികടക്കാനാണ് പ്രദീപിനെ മന്ത്രിസഭയിൽ എടുക്കാൻ ആലോചിക്കുന്നത്. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചതോടെയാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി ഇല്ലാതായത്. പകരം മന്ത്രിയായ OR കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് പട്ടികവർഗത്തിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരേ സമയം മന്ത്രിമാർ ഉണ്ടായത്. PK ജയലക്ഷ്മിയും AP അനിൽകുമാറുമായിരുന്നു മന്ത്രിമാർ. പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്ത ഏക മുഖ്യമന്ത്രി K കരുണാകരനായിരുന്നു. PV ശ്രീനിജൻ, സച്ചിൻ ദേവ് എന്നിവരും ഇത്തരം പരിഗണനയ്ക്ക് അർഹരാണെങ്കിലും ചേലക്കരയിൽ കഠിനമായ പോരാട്ടം നടത്തി CPMന്റെ മുഖം രക്ഷിച്ച പ്രദീപിനായിരിക്കും മന്ത്രി കസേരയിൽ മുൻഗണന എന്നാണ് ലഭിക്കുന്ന സൂചന. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണം നടത്താൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. സമ്മർദ്ദം രാജിയിലേക്ക് വഴിവെക്കുകയാണെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന വേണ്ടിവരും. വർഷങ്ങളായി കൂടെ നിൽക്കുന്ന കോവൂർ കുഞ്ഞുമോനെ മന്ത്രിസഭയിൽ എടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. NCPയിലും മന്ത്രിസ്ഥാനത്തിനായി അടി മൂക്കുന്നുണ്ട്. ചില CPM മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റി മന്ത്രിസഭയ്ക്ക് പുതിയ മുഖം നൽകാനും സാധ്യതയുണ്ട്. KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി തുടരും. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ മന്ത്രിസഭ മുഖമുനുക്കലിലൂടെ സാധിക്കുമെന്നാണ് പിണറായി വിജയൻ കണക്കുകൂട്ടുന്നത്. 11-ാം മാസം തദ്ദേശ തെരഞ്ഞെടുപ്പും 16-ാം മാസം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഷംസീർ മന്ത്രിസഭയിലെത്തിയാൽ വീണ ജോർജ് പുതിയ സ്പീക്കറായി മാറുകയും ചെയ്യും.